യാതേ ത്വയ്യാശു വാതാകുലജലദളത്തോയ പൂർണാതികൂർണഃ സപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടി ദീന പ്രേക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം യാതേ ത്വയ്യാശു വാതാകുലജലദളത്തോയ പൂർണാതികൂർണഃ സപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടി ദീനപ്രേക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം. ഗുരുവായൂരപ്പ ത്വയി യാതേ ആശു ജഗതി. 7-ാം ശ്ലോകത്തിൽ പറയണു, ത്വയി യാതേ ആശു ജഗതി. ഗുരുവായൂരപ്പ, അങ്ങ് പോയപ്പോൾ വേഗം ലോകം ആണ്. ത്വയി യാതേ ആശു ജഗതി എന്ന് പറയുമ്പോൾ നാരായണ രൂപിയായ ഗുരുവായൂരപ്പ, അങ്ങ് പോയപ്പോൾ വേഗം ലോകം. ത്വയി യാതേ ആശു ജഗതി, നാരായണമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങ് പോയപ്പോൾ വേഗം ലോകം. അതായത് മാർക്കണ്ഡേയൻ ആവശ്യപ്പെട്ട പ്രകാരം മായ കാണാനുള്ള വരം മാർക്കണ്ഡേയന് നൽകിയ ശേഷം ഗുരുവായൂരപ്പ, അങ്ങ് പോയപ്പോൾ വേഗം ലോകം. ത്വയി യാതേ ആശു ജഗതി. ഗുരുവായൂരപ്പ, നാരായണമൂർത്തിയായ അങ്ങ് പോയപ്പോൾ വേഗം ലോകം. ആശു ജഗതി എന്ന് പറയുമ്പോൾ വേഗം ലോകം. എന്ത് സംഭവിച്ചു? വാതാകുല ജലദളത്തോയ പൂർണാതികൂർണ സപ്താർണോ രാശിമഗ്നേ. ഒരുമിച്ച് പറയുന്നതാണ് കൂടുതൽ ഭംഗി. അങ്ങനെ പറയാൻ ശ്രമിക്കൂ കുട്ടികളെ. എന്താണ്? വാതാകുല ജലദളത്തോയ പൂർണാതികൂർണ സപ്താർണോ രാശിമഗ്നേ. അതായത് കാറ്റടിച്ച് ഇളകുന്ന മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞ ഇളകി മറിഞ്ഞ് കര കവിയുന്നതായ 7 കടലിലും മുങ്ങിയപ്പോൾ. അപ്പോ ലോകം വാതാകുല ജലദളത്തോയ പൂർണാതികൂർണ സപ്താർണോ രാശിമഗ്നേ. കാറ്റടിച്ച് ഇളകുന്ന മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞ് ഇളകി മറിഞ്ഞ് കര കവിയുന്നതായ 7 കടലുകളിലും ലോകം മുങ്ങിയപ്പോൾ. സ തു ജലേ വർഷകോടി സംഭ്രമൻ എന്ന് പറയണു. സ തു ജലേ വർഷകോടി സംഭ്രമൻ. അദ്ദേഹമാകട്ടെ, അതായത് മാർക്കണ്ഡേയനാകട്ടെ, സ തു മാർക്കണ്ഡേയനാകട്ടെ
ജലേ വർഷകോടി സംഭ്രമൻ, വെള്ളത്തിൽ അനേകം കോടി വർഷങ്ങൾ ചുറ്റിയിട്ട്. സ തു ജലേ വർഷകോടി സംഭ്രമൻ എന്ന് പറയുമ്പോൾ അദ്ദേഹമാകട്ടെ വെള്ളത്തിൽ അനേകം കോടി വർഷങ്ങൾ ചുറ്റിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച്, അവിടെയും ഇവിടെയും സഞ്ചരിച്ച് എന്നൊക്കെ പറയാം. അപ്പോ സ തു ജലേ വർഷകോടി സംഭ്രമൻ, അദ്ദേഹമാകട്ടെ വെള്ളത്തിൽ അനേകം കോടി വർഷങ്ങൾ ചുറ്റിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജലത്തിൽ സഞ്ചരിച്ച്, അവിടെയും ഇവിടെയും സഞ്ചരിച്ച് എന്നൊക്കെ പറയാം. അവസാനം ദീന, വളരെയധികം കഷ്ടപ്പെട്ടു. ദീന എന്ന് പറയുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പൊ ദീന ദൂരെ വടദള ശയനം ശ്യാമളാംഗം വദന സരസിജന്യസ്ത പാദാങ്കുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട എന്ന് പറയുന്നു. ദീന ദൂരെ വടദള ശയനം ശ്യാമളാംഗം വദന സരസിജന്യസ്ത പാദാങ്കുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട എന്ന് പറയുമ്പോൾ മാർക്കണ്ഡേയൻ വളരെയധികം ബുദ്ധിമുട്ടി ദീനനായി, ദീന എന്ന് പറയണു, വളരെയധികം ബുദ്ധിമുട്ടി ദീനനായി. ദൂരെ, വളരെയധികം ദൂരെ, വളരെ അകലെ. വടദള ശയനം ആലിലയിൽ കിടക്കുന്നവനും. വടദള ശയനം എന്ന് പറയുമ്പോൾ ആലിലയിൽ കിടക്കുന്നവനും. ശ്യാമളാംഗം നീല നിറത്തിലുള്ള ശരീരത്തോട് കൂടിയവനും. ശ്യാമളാംഗം നീല നിറത്തിലുള്ള ശരീരത്തോട് കൂടിയവനും. പിന്നെ വദന സരസിജന്യസ്ത പാദാങ്കുലീകം എന്ന് പറയുമ്പോൾ കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ. അപ്പോ വദന സരസിജന്യസ്ത പാദാങ്കുലീകം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ. കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട. കാണുന്നവർക്ക് ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയായിരിക്കുന്നവനും ആയ. അപ്പോ കഞ്ചിത് ആശ്ചര്യബാലം എന്ന് പറയുമ്പോൾ കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരിക്കുന്നവനും ആയ. ത്വാം ഏവ പ്രൈക്ഷിഷ്ട, ഗുരുവായൂരപ്പ അങ്ങയെ തന്നെ കണ്ടു മാർക്കണ്ഡേയൻ എന്നാണ്. ത്വാം ഏവ പ്രൈക്ഷിഷ്ട എന്ന് പറയുമ്പോൾ അങ്ങയെ തന്നെ കണ്ടു. അപ്പോ ദീന, വളരെയധികം ദീനനായി മാർക്കണ്ഡേയൻ വളരെയധികം ജലത്തിൽ കടന്ന് ബുദ്ധിമുട്ടി എന്നാണ് ദീന. ദൂരെ വടദള ശയനം, വളരെ അകലെയായിട്ട് ആലിലയിൽ കിടക്കുന്നവനും. ശ്യാമളാംഗം നീല നിറത്തിലുള്ള ശരീരത്തോട് കൂടിയവനും. വദന സരസിജന്യസ്ത പാദാങ്കുലീകം കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ. കഞ്ചിത് ആശ്ചര്യബാലം
കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരിക്കുന്നവനും ആയ ത്വാം ഏവ പ്രൈക്ഷിഷ്ട. ഗുരുവായൂരപ്പ, അങ്ങയെ തന്നെ കണ്ടു. അപ്പോ ദീന ദൂരെ വടതള ശയനം ശ്യാമളാംഗം വദന സരസിജന്യസ്ത പാദാങ്കുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി ദീനനായി മാർക്കണ്ഡേയൻ വളരെ അകലെ ആലിലയിൽ കിടക്കുന്നവനും വടതള ശയനം ശ്യാമളാംഗം നീല നിറത്തിലുള്ള ശരീരത്തോടു കൂടിയവനും വദനസരസിജന്യസ്ത പാദാങ്കുലീകം കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട, കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരിക്കുന്നവനും ആയ ഗുരുവായൂരപ്പ, അങ്ങയെ തന്നെ കണ്ടു. ഒരു പ്രാവശ്യം കൂടിയും പറയാം. ത്വയി യാതേ ആശു ജഗതി. ഗുരുവായൂരപ്പ, നാരായണമൂർത്തിയായ അങ്ങ് പോയപ്പോൾ വേഗം ലോകം വാതാകുല ജലദഗളത്തോയ പൂർണാതിഘൂർണ സപ്താർണോ രാശിമഗ്നേ. കാറ്റടിച്ച് ഇളകുന്ന മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞ് ഇളക്കി മറിഞ്ഞ് കര കവിയുന്നതായ 7 കടലുകളിലും മുങ്ങിയപ്പോൾ, ലോകം മുങ്ങിയപ്പോൾ എന്നാണ്. സ തു ജലേ വർഷകോടി സംഭ്രമൻ. മാർക്കണ്ഡേയനാകട്ടെ, സ തു അദ്ദേഹമാകട്ടെ, ജലത്തിൽ അനേകം കോടി വർഷങ്ങൾ ചുറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് അവിടെയും ഇവിടെയും സഞ്ചരിച്ച് അവസാനം വളരെയധികം ബുദ്ധിമുട്ടി ദീനനായി ദൂരെ വടതള ശയനം ശ്യാമളാംഗം വദനസരസിജന്യസ്ത പാദാങ്കുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട. വളരെയധികം ദീനനായി ബുദ്ധിമുട്ടി വളരെ അകലെ ആലീലയിൽ കിടക്കുന്നവനും ശ്യാമളാംഗം നീല നിറത്തിലുള്ള ശരീരത്തോടു കൂടിയവനും വദനസരസിജന്യസ്ത പാദാങ്കുലീകം കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട. കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരിക്കുന്നവനും ആയ ഗുരുവായൂരപ്പ, അങ്ങയെ തന്നെ മാർക്കണ്ഡേയൻ കണ്ടു. വടതള ശയനം ശ്യാമളാംഗം വദനസരസിജന്യസ്ത പാദാങ്കുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട. വളരെ അകലെ ദൂരെ ദീന ദൂരെ വടതള ശയനം ശ്യാമളാംഗം വദനസരസിജന്യസ്ത പാദാങ്കുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാം ഏവ പ്രൈക്ഷിഷ്ട. മാർക്കണ്ഡേയൻ ജലത്തിൽ കടന്ന് വളരെയധികം ബുദ്ധിമുട്ടി ദീനനായി വളരെ അകലെ ആലിലയിൽ കിടക്കുന്നവനും നീല നിറത്തിലുള്ള ശരീരത്തോടു കൂടിയവനും കാൽവിരലുകൾ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചിരിക്കുന്നവനും ആയ കാണുന്നവർക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരിക്കുന്നവനും ആയ ഗുരുവായൂരപ്പ, അങ്ങയെ തന്നെ കണ്ടു. ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ, അതായത് 6-ാം ശ്ലോകത്തിൽ പറഞ്ഞു ഗുരുവായൂരപ്പ, അതിനുശേഷം നരനാരായണന്മാർ മാർക്കണ്ഡേയ മുനിയുടെ അടുത്തു വന്നു. മാർക്കണ്ഡേയൻ അത്യധികം സന്തോഷിച്ചു. അവരെ നരനാരായണന്മാരെ സ്തുതിച്ചു. നരനാരായണന്മാർ വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ്, പല വിധത്തിലുള്ള വരങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് മാർക്കണ്ഡേയനെ പ്രലോഭിപ്പിച്ചു. മാർക്കണ്ഡേയനാകട്ടെ വരങ്ങൾ ഒന്നും തന്നെ വേണ്ട,
കാരണം അദ്ദേഹം ഭക്തി തൃപ്താന്തരാത്മാ എന്നാണ് 6-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് ഭക്തി കൊണ്ട് തന്നെ മനസ്സിൽ തൃപ്തിയുള്ളവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ വരങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാലും വീണ്ടും നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ മായ കാണണം എന്ന വരം ചോദിച്ചു. അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് നരനാരായണന്മാർ പോയി. നമ്മൾ മായയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു. ഗുരുവായൂരപ്പ മാർക്കണ്ഡേയനാകട്ടെ മായ എന്താണ് എന്നറിയാതെ, കാരണം എല്ലായ്പ്പോഴും ബ്രഹ്മ ആനന്ദം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാർക്കണ്ഡേയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് മായ എന്താണെന്ന് അറിയാതെ കൗതുക നിമിത്തം മായ കാണണമെന്ന വരം ചോദിച്ചു അത്രേ. അത്യാശ്ചര്യം എന്നല്ലാതെ എന്ത് പറയാനാണ് ഗുരുവായൂരപ്പ?